Hello everyone. So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പേപ്പറാണ് BEGE 142 അണ്ടർസ്റ്റാൻഡിംഗ് ഡ്രാമ. സോ ഈ ഒരു പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. സോ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡ്രാമയെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ഡ്രാമ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് സ്റ്റൈൽസ് ആൻഡ് തീംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് അക്രോസ് ഗ്ലോബ് ഒരുപാട് നേഷൻസിലും ഒരുപാട് രാജ്യത്തിലുള്ള ആൾക്കാരെ ഒരുപോലെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഡ്രാമ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്ലേസ് എന്ന് പറയുന്നത്, നാടകം. അപ്പോൾ ഈ ഒരു ഡ്രാമയുടെ ഒറിജിൻ എവിടുന്നാണെന്ന് നമ്മൾ നോക്കിയാല് നമ്മൾ പണ്ട് കാലം മുതലുള്ള ഏൻഷ്യൻ റിച്വൽസ് ആൻഡ് ഓറൽ ട്രഡീഷൻസ്, നമ്മളെ വായ കൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ടും വാമൊഴി എന്നൊക്കെ പറയുന്നത് പോലെ അതിൽ നിന്നുമൊക്കെയാണ് ഡ്രാമയുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഡ്രാമ ആദ്യം ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരുന്നത് എന്താണ്? ആക്ടേഴ്സ് അല്ലെങ്കിൽ ഡയലോഗ്സ് ഒക്കെയാണ്. സോ അവിടെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ ഡയലോഗ്സ് അല്ലെങ്കിൽ വായ കൊണ്ടുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും എത്രത്തോളം ഡ്രാമക്ക് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മനസ്സിലാവും. പിന്നെ ഡ്രാമ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? സോഷ്യൽ ക്രിട്ടിക്, കൾച്ചറൽ കോമെന്ററി, ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡ്രാമ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ സോഷ്യൽ ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ കാര്യങ്ങളൊക്കെ ഡ്രാമ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കൾച്ചറൽ കോമെന്ററി, ഏതൊരു നാടാകുമ്പോഴും അവർക്ക് അതിൻ്റെതായിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടാവും, ട്രഡീഷൻസ് ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രാമയിലൂടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുക, വ്യൂ പോയിന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡ്രാമയിലൂടെ നമുക്ക് ലഭിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡ്രാമയ്ക്ക് ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്, ജോണേഴ്സ് ഉണ്ട്. ആ ഒരു ജോണേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന്റെ കുറച്ച് ജോണേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ട്രാജഡി ഉണ്ട്, കോമഡി ഉണ്ട്, ട്രാജിക് കോമഡി ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഡ്രാമ, ഫാർസ്, അബ്സേർഡ് ഡ്രാമ, അങ്ങനെ ഒരുപാട് ജോണേഴ്സ് ആൻഡ് സ്റ്റൈൽസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ലൈഡ് നമ്മൾ പറയുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ഡ്രാമ എന്നുള്ള പേപ്പറിൽ നമ്മൾ ഏതൊക്കെ പ്ലേസ് ആണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ജസ്റ്റ് ടൈറ്റിൽ ആൻഡ് ദെയർ ഓതേഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന പ്ലേ ആണ് ഓൾ മൈ സൺസ് ബൈ ആർതർ മില്ലർ. ദാറ്റ് ഈസ് എൻ അമേരിക്കൻ ഡ്രാമ. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹാഫ് വേ ഹൗസ് ബൈ മോഹൻ രാകേഷ്. അതൊരു ഇന്ത്യൻ പ്ലേ റൈറ്ററിന്റെ ഡ്രാമയാണ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് ദ ട്രയൽ ഓഫ് ഡീഡൻ കിമത്ത് ബൈ ഹൂഗി വാ തിയാങ്ങു. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഡ്രാമയെ പറ്റി കുറച്ച് ക്വിക്ക് ഫാക്ട്സ്. ഓക്കെ, അപ്പോ അത് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്ന മോഡേൺ തിയേറ്റർ അത് ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയത് ഏതിൽ നിന്നാണെന്ന് അറിയാം? ഏൻഷ്യൻ ഗ്രീസ്. ഓക്കെ, ഏൻഷ്യൻ ഗ്രീസിൽ നിന്നാണ് നമ്മുടെ മോഡേൺ തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്ററിന് ഒരു ഉറവിടം. അപ്പോ ആ ഒരു ഗ്രീക്സിനോട് നമ്മൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന മോഡേൺ തിയേറ്റർ. പിന്നെ ഏൻഷ്യൻ ഗ്രീക്സ്, അപ്പോ ആ ഒരു ഓഡിയൻസ് എങ്ങനെയായിരുന്നു വെച്ചാൽ അന്നത്തെ കാലത്ത് ഡ്രാമാസ് ഒക്കെ പെർഫോമൻസ് കഴിഞ്ഞാല് നമ്മള് അപ്രീസിയേഷൻ എങ്ങനെയാണ് കാണിക്കുക? നമ്മൾ പൊതുവെ കൈ അടിച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒരു അപ്രീസിയേഷൻ കാണിക്കുക. പക്ഷെ അന്നത്തെ കാലത്ത് ഏൻഷ്യൻ ഗ്രീസ് ഓഡിയൻസ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ കാൽപാദം നിലത്ത് അടിച്ചുകൊണ്ടായിരുന്നു അവരുടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രൈസ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മള് ഡ്രാമയുടെ ഡ്യൂറേഷൻ ഡിഫറെന്റ് ടൈപ്സ് ആവാം. ചില ഡ്രാമാസ് 10 minutes ആവാം, ചിലത് 1 hour ആവാം. ആൻഡ് ദ വേരിയേഷൻ ഗോസ് ഓൺ. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് പെർഫോം ചെയ്ത ഒരു ഡ്രാമ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ദ ബോൾഡ് സോപ്രാനോ. അതിന്റെ ഡ്യൂറേഷൻ എത്രയായിരുന്നു? 23 hours 33 minutes and 54 seconds. ഒരു ദിവസത്തിന് ഒരു അരമണിക്കൂറിന്റെ കുറവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് സച്ച് എ ലോങ് പെർഫോമൻസ്. പിന്നെ പറയുകയാണെങ്കിൽ പണ്ട് ഒക്കെയുള്ള ഡ്രാമാസില് ഫീമെയിൽ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുന്നത് കൂടി മെയിൽ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. ഫീമെയിൽസിന് ഡ്രാമയിൽ അഭിനയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പണ്ടത്തെ കാലത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ നമ്മള് കാലം മാറിയത് കൊണ്ട് ചേഞ്ചസ് ആർ ദെയർ, പ്രോഗ്രസ് ആർ ദെയർ. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രാമ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡ്രാമാസ് ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഒരു ഫിഗർ ആണ് വില്യം ഷേക്സ്പിയർ. അപ്പൊ വില്യം ഷേക്സ്പിയറിന്റെ ഒരുപാട് പ്ലേസ് റിവർ തേംസിന്റെ ബാങ്കില് ഗ്ലോബ് തിയേറ്ററിന്റെ കീഴിൽ ഒരുപാട്
പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്, പ്ലേസിന്റെ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഫസ്റ്റ് ബ്ലോക്ക്, ആ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. സോ ഈ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഈ ഒരു പേപ്പറിൽ 4 ബ്ലോക്സ് ആണുള്ളത്. സോ ഫസ്റ്റ് ബ്ലോക്കിൽ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ, ഡ്രാമയുടെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ. സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർത്തർ മില്ലറിന്റെ പ്ലേ ഓൾ മൈ സൺസ്. തേർഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഫ് വേ ഹൗസ് ബൈ മോഹൻ രാകേഷ്. ആൻഡ് ഫോർത്ത് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ട്രയൽ ഓഫ് ഡീഡൻ കിമാത്തി ബൈ ഗൂഗി വാ തിയാങ്. സോ ഫസ്റ്റ് ബ്ലോക്ക് ഇസ് അബൌട്ട് ഡ്രാമ. അപ്പൊ നമ്മൾ നമ്മുടെ പേപ്പറിന് നമ്മൾക്കറിയാം ഇൻട്രൊഡക്ഷൻ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ഡ്രാമ എന്നുള്ള ഈ ഒരു പേപ്പറിന്റെ ഫസ്റ്റ് ബ്ലോക്ക് ഇസ് ബേസിക് ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഈ ഒരു ബ്ലോക്ക് 4 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡ്രാമ ആൻഡ് തിയേറ്റർ. എന്താണ് ഡ്രാമ, എന്താണ് തിയേറ്റർ, അതിന്റെ ഒക്കെ ഒരു ബേസിക് ഡെഫിനേഷൻ ആൻഡ് കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഡ്രാമ. ഡ്രാമയുടെ പല പല വിഭാഗങ്ങളും അല്ലെങ്കിൽ പല പല ആസ്പെക്ട്സും ആണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് യൂണിറ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രാമ പാർട്ട് 1 and 2. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സ്റ്റൈൽസും ജോണേഴ്സും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സ്റ്റൈൽസ് ഏതൊക്കെയാണ്, ടൈപ്സ് ഏതൊക്കെയാണെന്നാണ് തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫോർത്ത് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റ്സ് ഇൻ ദ 20th century ഡ്രാമ. അതും 2 പാർട്ടായിട്ടാണുള്ളത്, പാർട്ട് 1 and പാർട്ട് 2. അതായത് 20th centuryയിൽ എങ്ങനെയാണ് ഡ്രാമയുടെ ഒരു ഗ്രോത്ത്, ഡെവലപ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേ ആണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ സെക്കൻഡ് ബ്ലോക്കിൽ തന്നെ നമുക്ക് 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് യൂണിറ്റ് അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈ ഒരു പ്ലേ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്ലേ ആണ്. അപ്പൊ നമ്മൾ അമേരിക്കൻ ഡ്രാമയെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ആണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോവാ. സെക്കൻഡ് യൂണിറ്റിൽ എന്താന്ന് വെച്ചാൽ ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞ ഈ പ്ലേന്റെ ടെക്സ്റ്റ് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ സ്ക്രിപ്റ്റ്സ്, ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഡീൽ ചെയ്യാൻ പോവുകയാണ് സെക്കൻഡ് യൂണിറ്റിൽ. തേർഡ് യൂണിറ്റിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലേയുടെ ഒരുപാട് തീംസ് ഉണ്ട്. ആ ഒരു ഡിഫറെന്റ് തീംസ് എന്തൊക്കെയാണ് ഈ ഒരു പ്ലേയിലൂടെ നമ്മളെ റൈറ്റർ ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് യൂണിറ്റ് 4 ഇസ് ക്യാരക്ടറൈസേഷൻ ഇൻ ഓൾ മൈ സൺസ് പാർട്ട് 1 and 2. ഈ ഒരു പ്ലേയിലുള്ള ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, ഓരോ ക്യാരക്ടേഴ്സിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബ്ലോക്ക് 3. അപ്പൊ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഹാഫ് വേ ഹൗസ് എന്ന് പറഞ്ഞ ഒരു പ്ലേ ആണ് ബൈ മോഹൻ രാകേഷ്. മോഹൻ രാകേഷ് ഇസ് എൻ ഇന്ത്യൻ ഓത്തർ, ഇന്ത്യൻ റൈറ്റർ ആണ് മോഹൻ രാകേഷ്. അപ്പൊ ഇതും നമുക്ക് 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് യൂണിറ്റ് ഇസ് ദ ടെക്സ്റ്റുവൽ റീഡിംഗ്. ഓക്കെ, ഹാഫ് വേ ഹൗസ് എന്ന് പറഞ്ഞ പ്ലേന്റെ ടെക്സ്റ്റുവൽ റീഡിംഗ് ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ എന്ന് പറയാൻ പോകുന്നത് നമ്മൾ മിഡിൽ ക്ലാസ് കൺസേൺസ്. ഓക്കെ, ഈ ഒരു പ്ലേയില് മിഡിൽ ക്ലാസ് ആൾക്കാരുടെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് സൊസൈറ്റീന്റെ കൺസേൺസ് ആൻഡ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് മിഡിൽ ക്ലാസ് ഇവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് 3. യൂണിറ്റ് 3ല് വിമൻ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് വിമൻ അല്ലെങ്കിൽ സൊസൈറ്റീനെ ഈ ഒരു പ്ലേയിലൂടെ ഓതർ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അതിന്റെ ഡിഫറെന്റ് ഡെപിക്ഷൻസ് ആണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ഫൈനൽ യൂണിറ്റ് ഇസ് ഡ്രാമാറ്റിക് ഫോം. അതായത് ഈ ഒരു ഡ്രാമയുടെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ യോജിച്ചിട്ടാണ് ഈ ഒരു ഡ്രാമ ഉണ്ടായിട്ടുള്ളത്, അതിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്, ഓർഗനൈസേഷൻ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഫൈനൽ ബ്ലോക്ക്, ബ്ലോക്ക് 4. അപ്പൊ ബ്ലോക്ക് 4 ഇസ് ദ ട്രയൽ ഓഫ് ഡീഡൻ കിമാത്തി ബൈ ഗൂഗി വാ തിയാങ്. അപ്പോൾ ഇതൊരു ആഫ്രിക്കൻ ഡ്രാമയാണ്, ഒരു ആഫ്രിക്കൻ റൈറ്ററുടെ ഡ്രാമയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റിൽ ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്, ഈ ഒരു നമ്മൾ ആഫ്രിക്കൻ ഡ്രാമയെ പറ്റിയിട്ടുള്ള ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ്, അതിനെ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഫർമേഷൻസ് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി നമ്മുടെ ഓതറിനെ പറ്റിയിട്ടുള്ള ബയോഗ്രഫി, അവരുടെ ലൈഫ് ആൻഡ് വേൾഡ് വ്യൂ. ഓക്കെ, അവരുടെ വ്യൂ പോയിന്റ്സ്, പെർസ്പെക്റ്റീവ്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്, അവരുടെ കാഴ്ചപ്പാട്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റുവൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ റീഡിംഗ് ഓഫ് ദിസ് പ്ലേ, ദ ട്രയൽ ഓഫ് ഡീഡൻ കിമാത്തി. ഓക്കെ, ഫോർത്ത് യൂണിറ്റിലാണ് ഞാൻ പറഞ്ഞ പോലെ ഇവാലുവേറ്റിംഗ് ദ ടെക്സ്റ്റ്. നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ
ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ ഓരോ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് 4th യൂണിറ്റിലാണ്. സോ ഇതാണ് നമ്മുടെ BEGE 142 അണ്ടർസ്റ്റാൻഡിംഗ് ഡ്രാമ എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സോ ഐ ഹോപ്പ് യു ഓൾ listen to this lecture. Thank you so much.